ഹലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിലെ പാർട്ട് 1 വീഡിയോ ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ 100 ചോദ്യങ്ങൾ അടങ്ങുന്ന പാർട്ട് 2 വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും പാർട്ട് 1 ഒക്കെ കണ്ടിട്ട് ക്വസ്റ്റിന് പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്ത്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മക്കൾ. ഉത്തരം ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ് ഗാന്ധി. അടുത്ത ചോദ്യം, കാബ ഗാന്ധി എന്ന് വിളിച്ചത് ആരെ? ഉത്തരം ഗാന്ധിജിയുടെ പിതാവായ കരംചന്ദ് ഗാന്ധിയെ. അടുത്ത ചോദ്യം, മതം മാറി അബ്ദുള്ള ഗാന്ധിയായി മാറിയ ഗാന്ധി പുത്രൻ. ഉത്തരം ഹരിലാൽ ഗാന്ധി. അടുത്ത ചോദ്യം, ദ ലൈഫ് ഓഫ് മഹാത്മ എന്ന ജീവചരിത്രം രചിച്ചതാര്? ഉത്തരം ലൂയി ഫിഷർ. അടുത്ത ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ആരുടെ കേസ് വാദിക്കാൻ ആയിരുന്നു? ഉത്തരം ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിക്ക് അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാറ്റിസ്ബർഗിലെ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര്? ഉത്തരം കരംചന്ദ് ഗാന്ധിയും പുത്തലിബായിയും. അടുത്തത്, ഗാന്ധിജിയുടെ ഭാര്യ? ഉത്തരം കസ്തൂർബ. അടുത്തത്, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അടുത്തത്, ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് മോചിതനായ മലയാളി ആര്? ഉത്തരം KPR ഗോപാലൻ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ജനിച്ചത് എന്ന്? ഉത്തരം 1869 ഒക്ടോബർ 2. അടുത്തത്, എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, ഗാന്ധിജി സർവോദയ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഏതാണ്? ഉത്തരം അൺടു ദിസ് ലാസ്റ്റ്. അടുത്ത ചോദ്യം, ഐ ഫോളോ ദ മഹാത്മ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഉത്തരം KM മുൻഷി. അടുത്തത്, ഗാന്ധിജി 1910 സ്ഥാപിച്ച ആശ്രമം? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. അടുത്ത ചോദ്യം, ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ ഗാന്ധിജിയെ സഹായിച്ച വ്യക്തി ആരാണ്?
ഉത്തരം കല്ലൻബാഗ്. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഫിനിക്സ് ഫാം സ്ഥാപിച്ചത് 3 സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആയിരുന്നു. ആരൊക്കെയാണ് അവർ? ഉത്തരം ആൽബർട്ട് വെസ്റ്റ്, ഫാദർ ഡോഗ് പോളക്ക്. അടുത്ത ചോദ്യം, അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത്, സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ത്രിലോചൻ പൊഗ്രേൽ. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത്, ഗാന്ധിജിയുടെ മാതൃഭാഷ? ഉത്തരം ഗുജറാത്തി. അടുത്തത്, നവജീവൻ വാരിക ഏതു ഭാഷയിലാണ് ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ. അടുത്ത ചോദ്യം, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ കളിയാക്കി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആരോടൊപ്പം ചേർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം അലി സഹോദരന്മാർ. അടുത്ത ചോദ്യം, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം? ഉത്തരം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? ഉത്തരം 1934. അടുത്ത ചോദ്യം, ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കന്യാകുമാരി. അടുത്തത്, ഗാന്ധിജി നടത്തിയ ദണ്ഡി യാത്ര എത്ര ദിവസം നീണ്ടുപോയി? ഉത്തരം 24 ദിവസം. അടുത്തത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത്, ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം 61. അടുത്ത ചോദ്യം, ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമം. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം? ഉത്തരം 1934. അടുത്തത്, ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
ഉത്തരം ഇർവിൻ പ്രഭു. അടുത്ത ചോദ്യം, UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. അടുത്തത്, പ്രവാസി ഭാരതീയ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജനുവരി 9. അടുത്തത്, ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഉത്തരം ബീഹാർ. അടുത്ത ചോദ്യം, ഗാന്ധിജി വധിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 1948 ജനുവരി 30. അടുത്തത്, ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം ഹേ റാം. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ ബഹുമതി? ഉത്തരം കൈസർ-ഇ-ഹിന്ദ്. അടുത്തത്, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കണ്ടുമുട്ടിയ വർഷം? ഉത്തരം 1925. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ ഖാദി ബോർഡ് രൂപീകൃതമായ വർഷം? ഉത്തരം 1923. അടുത്തത്, സി രാജഗോപാലാചാരിയെ രാജാജി എന്ന് വിളിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ഏതു വർഷം? ഉത്തരം 1937. ഈ വർഷമാണ് അദ്ദേഹം അവസാനമായി കേരള സന്ദർശനം നടത്തിയത്. അടുത്തത്, ഗാന്ധിജിയുടെ മരണത്തിനു മുൻപേ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. അടുത്ത ചോദ്യം, ഗാന്ധി വധക്കേസിൽ ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? ഉത്തരം നാരായണ ദത്താത്രേയ ആപ്തെ. അടുത്തത്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ എത്ര പേർ പങ്കെടുത്തു? ഉത്തരം 32. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം K കേളപ്പൻ. അടുത്തത്, ഗാന്ധി വധക്കേസ് അന്വേഷിച്ച കമ്മീഷൻ? ഉത്തരം കപൂർ കപ്പീഷ് കമ്മീഷൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി നടത്തിയ ദണ്ഡി യാത്രയിൽ എത്ര അനുയായികളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 78. അടുത്തത്, ആരമ്മേ ഗാന്ധി എന്ന കവിത രചിച്ചതാര്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അടുത്തത്, ഗാന്ധി ജീവിതവും
ചിന്തയും എന്ന കൃതി രചിച്ചതാര്? ഉത്തരം JB കൃപലാനി. അടുത്തത് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. അടുത്തത് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി വേഷം ചെയ്തത് ആരാണ്? ഉത്തരം ബെൻ കിങ്സ്ലി. അടുത്ത ചോദ്യം, ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ വർഷം? ഉത്തരം 1982. അടുത്തത് ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ്? ഉത്തരം മഹാദേവ് ദേശായി. അടുത്ത ചോദ്യം, ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, 1930 ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതായിരുന്നു? ഉത്തരം രഘുപതി രാഗ രാജാറാം. അടുത്തത്, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. അടുത്തത്, വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിൽ എത്തിയ ഗാന്ധിജി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ഉത്തരം ജോർജ് അഞ്ചാമൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം ഏതായിരുന്നു? ഉത്തരം വരിക വരിക സഹചരെ സഹന സമര സമയമായി. അടുത്തത്, ഈ വരികൾ രചിച്ചത് ആരാണ്? ഉത്തരം അംശി നാരായണ പിള്ള. അടുത്ത ചോദ്യം, ഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം? ഉത്തരം 1995 ഒക്ടോബർ 2. അടുത്തത്, ഉപ്പു സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജി കിടന്ന ജയിൽ? ഉത്തരം പൂനെ ജയിൽ. അടുത്തത്, ഗാന്ധി സമാധാന പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ്? ഉത്തരം ജൂലിയസ് നെരേര. അടുത്ത ചോദ്യം, ആരായിരുന്നു ജൂലിയസ് നെരേര? ഉത്തരം ടാൻസാനിയയുടെ പ്രഥമ പ്രസിഡന്റും ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്നു ജൂലിയസ് നെരേരെ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വച്ച് നൽകപ്പെടുന്ന ഇന്ത്യയുടെ ബഹുമതി ഏതാണ്? ഉത്തരം അന്താരാഷ്ട്ര ഗാന്ധി സമാധാന പുരസ്കാരം. അടുത്ത ചോദ്യം, ഉപ്പു വ്യാപാരത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തകയ്ക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ഉത്തരം രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, 1918 മഹാത്മാഗാന്ധി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം
അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. അടുത്ത ചോദ്യം, ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 1924 ബൽഗാം സമ്മേളനം. അടുത്ത ചോദ്യം, ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം? ഉത്തരം 1931. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരി. അടുത്തത്, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? ഉത്തരം 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. അടുത്തത്, ലണ്ടൻ യാത്രയ്ക്കിടെ ഗാന്ധിജി രചിച്ച പുസ്തകം? ഉത്തരം ഹിന്ദ് സ്വരാജ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം, ഗാന്ധിജി എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? ഉത്തരം 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ. അടുത്തത്, ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോൾ? ഉത്തരം 1930 നവംബർ 6. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഭാരതീയ ജനതയ്ക്ക് ആവേശം പകർന്നുകൊണ്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചത് എന്ന്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം, ബഹിഷ്കൃത ഹിതകാരിണി സഭ രൂപീകരിച്ചത് ആര്? ഉത്തരം BR അംബേദ്കർ. അടുത്ത ചോദ്യം, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, ചർക്ക സംഘം സ്ഥാപിച്ച വർഷം? ഉത്തരം 1925. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണക്കാരനായ വ്യവസായി? ഉത്തരം ദാദാ അബ്ദുള്ള. അടുത്തത്, ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം കീർത്തി മന്ദിർ. അടുത്തത്, ഗാന്ധിഗ്രാം സ്ഥാപിതമായത് എവിടെയാണ്?
ഉത്തരം മധുര. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ട വ്യക്തി. ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. അടുത്ത ചോദ്യം, ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി. ഉത്തരം വർധ വിദ്യാഭ്യാസ പദ്ധതി. അടുത്തത്, വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ഏത്? ഉത്തരം ആട്. അടുത്ത ചോദ്യം, ഓസ്കാർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ മുഹമ്മദ് അലി ജിന്നയായി അഭിനയിച്ച നടൻ. ഉത്തരം അലിക് പദംസി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആര്? ഉത്തരം ഗാന്ധിജി. അടുത്തത്, 1931 സെപ്റ്റംബർ 22 ലണ്ടനിൽ വച്ച് ഗാന്ധിജി കണ്ട ലോക പ്രശസ്ത വ്യക്തി. ഉത്തരം ചാർലി ചാപ്ലിൻ. അടുത്തത്, മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ. ഉത്തരം മെഡ്ലിൻ സ്ലേഡ്. അടുത്ത ചോദ്യം, ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. അപ്പം നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ പാർട്ട് 3 വീഡിയോ ഉടൻ തന്നെ വരും. അതിൽ ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിന് വരാൻ സാധ്യതയുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പാർട്ട് 3 കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് 3 വീഡിയോ സീരീസ് മുഴുവനായി കാണുന്നവർക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഇത് ഞാൻ ഇടുന്നതൊക്കെ പഠിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടിരിക്കണേ. അപ്പം നമുക്ക് 3rd പാർട്ടിൽ കാണാം. ബൈ.